ഇന്റൻഷനലി ടോക്സിക് ആയിരുന്നില്ല 90s പാരന്റിങ്. പക്ഷേ പല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ലിമിറ്റഡ് അവയർനെസ് കാരണവും പല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അവയർനെസ് ഇല്ലായ്മ കാരണവും തെറ്റായ പാരന്റിങ് മെത്തേഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമാണ് 90s പാരന്റിങ് പീരീഡ് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ അവയർനെസ് വേണ്ടിയിരുന്ന ചില മേഖലകളിൽ വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അവയർനെസ് മാത്രമേ അന്നത്തെ പല പാരന്റ്സിനും ഉണ്ടായിട്ടുള്ളൂ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇമോഷണൽ ഇന്റലിജൻസ്. നമ്പർ 2 സൈക്കോളജിക്കൽ നീഡ്സ്. അടുത്തത് ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ. ഈ 3 കാര്യങ്ങളിലുള്ള ഇൻഫർമേഷൻസിന്റെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നത് കൊണ്ടോ അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് കിട്ടാത്തത് കൊണ്ടോ അറിയില്ല, ഒരു ട്രഡീഷണൽ പാരന്റിങ്ങിന്റെയും മോഡേൺ പാരന്റിങ്ങിന്റെയും ഒരു ബ്രിഡ്ജിങ് പീരീഡ് ആയിരുന്ന 90s പാരന്റിങ് പീരീഡ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ടോക്സിക് ആയി പോയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയായിരുന്നു അന്നത്തെ പാരന്റിങ് സ്ട്രാറ്റജീസിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സ് എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നീ മിസ്റ്റേക്സ് അവലോകനം ചെയ്യുന്നത്? 90s കിഡ്സ് ഇന്ന് അവരുടെ 30s ആങ്സൈറ്റി, പീപ്പിൾ പ്ലസിങ്, അൺഹീലിംഗ് വൂൺസ്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഓവർ സെൽഫ് എസ്റ്റീം അത് പറയാതെ വിട്ടുപോകേണ്ട. വെരി ഫസ്റ്റ് വൺ, ഇമോഷണൽ നെഗ്ലക്ട് വളരെയധികം നോർമലൈസ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. കുട്ടികൾ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് വളരെ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും അതിവിടെ ആരും കെയർ ചെയ്യാൻ പോകുന്നില്ലെന്നും ഉള്ള ഒരു കോൺസെപ്റ്റ് കുട്ടികളുടെ മനസ്സിൽ വളരെ ഡീപ്ലി തറച്ചു കയറപ്പെട്ട ഒരു പീരീഡാണ് അന്നത്തെ 90s ചൈൽഡ്ഹുഡ് എന്ന് പറയാം. പരമാവധി നമ്മുടെ എല്ലാ ഇമോഷൻസും സപ്രസ് ചെയ്ത് വെക്കുക, ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ ഇരിക്കുന്നതാണ്, ഒട്ടും എക്സ്പ്രസീവ് അല്ലാതെ ഇരിക്കുന്നതാണ് ഒരു ഏറ്റവും അച്ചടക്കമുള്ള കുട്ടിയുടെ മാതൃക എന്ന രീതിയിലായിരുന്നു അന്നത്തെ കാലത്തെ ശിക്ഷണ രീതികൾ. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ അത് എത്ര ചെറിയ കുട്ടിയാവട്ടെ കുറച്ചുകൂടി മുതിർന്ന കുട്ടിയാവട്ടെ, നിന്നെക്കാൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലേക്ക് നോക്കൂ, നിന്നെക്കാളും പ്രശ്നങ്ങളുള്ള ആൾക്കാരിലേക്ക് നോക്കൂ, നിനക്കുള്ളതൊക്കെ എത്ര ചെറിയ പ്രശ്നമാണ് എന്നുള്ള രീതിയിലുള്ള കംഫർട്ടിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ കംഫർട്ടിങ് സ്ട്രാറ്റജീസ് ആണ് അന്നത്തെ പാരന്റ്സ് കൂടുതലും പറഞ്ഞിരുന്നത്. ഇത് ഏറ്റവും റോങ് ആണ് കേട്ടോ. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ ഒന്നുമില്ല, സാരമില്ല, ഇത് മാറും, നീ ഓക്കെ ആവും, അത്രയൊക്കെ മതി. അതല്ലാതെ നിന്നെക്കാളും കുറഞ്ഞ ആൾക്കാരിലേക്ക് നോക്കൂ, നിന്നെക്കാളും ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലേക്ക് നോക്കൂ എന്ന് പറയുമ്പോൾ അത് ഡസന്റ് മേക്ക് എനി സെൻസ്. അവരൊക്കെ അത് പറയാതെ തന്നെ സ്വന്തമായിട്ട് നമ്മൾ ഇതൊക്കെ കാണുന്നതാണ്, അറിയുന്നതാണ്. ഒരിക്കലും അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒരു കംഫർട്ടിങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അത് ഗുണത്തെക്കാൾ ഏറെ ദോഷമായിരിക്കും ചെയ്യുക. നമ്പർ 2 മിസ്റ്റേക്ക്, കമ്പാരിസൺ പ്രാക്ടീസ്. അതായത് ഒരു വീട്ടിലെ കുട്ടികൾ സഹോദരങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുക, അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ ആ കുട്ടിയുടെ മാർക്ക് വെച്ച് കമ്പയർ ചെയ്യുക, കുട്ടികളുടെ ക്ലാസ്മേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുക, കസിൻസുമായിട്ട് കമ്പയർ ചെയ്യുക. ഈ ഒരു കമ്പാരിസൺ സ്ട്രാറ്റജി അതിന്റെ ഒരു നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അപമാനിക്കലാണ്. നിർത്തി അങ്ങ് അപമാനിക്കുക എന്ന് പറയില്ലേ, അതായത് പറ്റാവുന്ന അത്ര ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുക. അതായത് ഒരു പബ്ലിക് ഫംഗ്ഷന് പോകുമ്പോൾ എന്റെ കുട്ടി ഇങ്ങനെയാണ്, ഇന്ന കാര്യങ്ങളിൽ മോശപ്പെട്ടതാണ്, ഇത്തരം അഹങ്കാര പ്രവർത്തികളൊക്കെ ഉള്ളതാണ്, അച്ഛനും അമ്മയും അനുസരിക്കില്ല, ഞങ്ങളെ ഒന്നും യാതൊരു വിലയുമില്ല എന്നൊക്കെ എന്തൊക്കെ ആ കുട്ടിയെ പറ്റി പറഞ്ഞ് തരം താഴ്ത്തി തറ പറ്റിക്കാമോ അതൊക്കെ പറ്റിച്ചുകൊണ്ട് ആ കുട്ടിയെ പരമാവധി ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ഒരാളാക്കി മാറ്റുക, മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങ് അപമാനിച്ച് നിർത്തുക എന്നുള്ള ഒരു സ്ട്രാറ്റജി അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരു സ്ട്രാറ്റജി എന്നല്ല, അതൊരു കോമൺ കൾച്ചറൽ പ്രാക്ടീസ് എന്ന് പറയാം. അത് കേൾക്കുന്നവർ അതേ മാതൃകയിലുള്ള റെസ്പോൺസ് ആണ്. നിന്റെ കുട്ടി അങ്ങനെയാണോ, എന്റെ കുട്ടി അതിന്റെ അപ്പുറമാണ്, അത് അവൻ അല്ലെങ്കിൽ അവൾ അതിനേക്കാളും മോശമാണ് എന്നുള്ള രീതിയിലുള്ള മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഡേറ്റ ട്രാൻസ്ഫറിങ് ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നടന്നിരുന്നു. അതൊരു കൾച്ചറൽ പ്രാക്ടീസ്. അതുകൊണ്ടാണ് 90s കിഡ്സിന് കൂടുതലും കല്യാണങ്ങൾക്കോ മറ്റു ഫംഗ്ഷൻസിനൊന്നും പോകാൻ താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നത്. കാരണം സ്ഥിരമായിട്ടുള്ള അപമാനിക്കലുകളാണല്ലോ അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യപ്പെടുകയാണല്ലോ അവിടെ നടക്കുന്നത്. ഇത്തരത്തിൽ കമ്പയർ ചെയ്യപ്പെടുമ്പോൾ അത് ഒരു ഊർജമായിട്ട് ഉൾക്കൊണ്ട് നെക്സ്റ്റ് ടൈം കൂടുതൽ അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാൻ അത് സഹായിക്കും എന്ന ഒരു തോട്ടായിരുന്നു അന്നത്തെ പാരന്റ്സിന്റെ മനസ്സിൽ. പക്ഷേ ഇത് തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫലമായിരുന്നു ശരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്പർ 3 കണ്ടീഷണൽ ലവ് ആണ്. അതായത് ഒരു ബെസ്റ്റ് പെർഫോമർ ആയാൽ മാത്രമേ നിനക്ക് ഡിസേർവ് ചെയ്യുന്ന അറ്റൻഷനും സ്നേഹവും വളരെ
വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ നിനക്ക് കിട്ടുമെന്ന് പാരൻസ് അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് പരിഗണനയുണ്ട്, നല്ല പെർഫോമൻസിന് നിറയെ സ്നേഹം എന്നുള്ള രീതി. അതുപോലെ തന്നെ ഒരു ഫെയിലിയർ ഉണ്ടാവുക, അല്ലെങ്കിൽ മാർക്ക് കുറച്ച് കുറഞ്ഞു പോവുക, A+കളുടെ എണ്ണം കുറയുക, അതൊക്കെ ഷെയിമിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കാരണം അതൊക്കെ ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഒട്ടും നോർമൽ അല്ല. തോൽവി നോർമലേ അല്ല. കുറച്ച് മാർക്ക് കുറഞ്ഞു പോകുന്നത് ഒട്ടും നോർമൽ അല്ല. ഇതൊക്കെ വളരെ നാണക്കേട്. നിനക്ക് നാണമില്ല ഇത്തരം മാർക്കുകൾ വാങ്ങിച്ചിട്ട് വരാൻ? നിനക്ക് നാണമില്ല മറ്റു കുട്ടികൾക്ക് ഇത്ര കിട്ടിയപ്പോൾ നിനക്ക് ഇത്ര വാങ്ങാൻ? നിനക്ക് നാണമില്ല ഇങ്ങനെ വെറുതെ റെസ്റ്റ് എടുക്കാൻ? എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സിൽ അതങ്ങ് പതിഞ്ഞു കഴിഞ്ഞു 90s കിഡ്സിന്. ഇനി അടുത്തത് എന്താണ്? വളരെ വളരെ കഠിനവും പറ്റുമെങ്കിൽ ക്രൂരവുമായിട്ടുള്ള രീതിയിലുള്ള അച്ചടക്ക രീതികൾ, അല്ലെങ്കിൽ അച്ചടക്കം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതായത് നല്ല ശിക്ഷ കൊടുത്താൽ നല്ല അച്ചടക്കമുള്ള കുട്ടിയായിട്ട് മാറും. എത്ര കഠിനമായിട്ട് പരിശ്രമിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് അതിനേക്കാൾ കഠിനമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് കൊടുക്കണം. അതിന് 90s പാരന്റ്സ് പറഞ്ഞിരുന്ന ജസ്റ്റിഫിക്കേഷൻ, അവരുടെ പാരന്റ്സ് അവരെ മരത്തിൽ കെട്ടിയിട്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കുമായിരുന്നെന്നും, തിളച്ച വെള്ളം മുഖത്ത് കോരി ഒഴിക്കുമായിരുന്നെന്നും, ചട്ടുകം പഴുപ്പിച്ച് അവരുടെ തൊലി പൊള്ളിച്ച് അവരെ പാഠം പഠിപ്പിക്കുകയൊക്കെ ആയിരുന്നു. നിങ്ങളെ അത്രയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ, അടിക്കുന്നല്ലേ ഉള്ളൂ, പബ്ലിക്കായിട്ട് അപമാനിക്കുന്നല്ലേ ഉള്ളൂ, വളരെ ഉച്ചത്തിൽ ശകാരിക്കുന്നല്ലേ ഉള്ളൂ, നിങ്ങൾ നന്നാവാനാണ്. ഇതാണ് അച്ചടക്കം പഠിക്കാനുള്ള വഴി, ഇതാണ് ഞങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഡിസിപ്ലിൻ ഒരിക്കലും മറന്നു പോകാതിരിക്കാനുള്ള വഴി എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അവർ നമ്മളെ ഡിസിപ്ലിൻ പഠിപ്പിച്ചു. ഇതൊക്കെ കൊണ്ട് വളരെ നല്ല അച്ചടക്കവും നല്ല മാനറിസംസും മര്യാദയും ഉണ്ടാകുമെന്ന് വിചാരിച്ച് അവർക്ക് തെറ്റി. ഇതുണ്ടാക്കിയത് ഭയമാണ്. എല്ലാത്തിനെ കുറിച്ചും പേടി, എല്ലാത്തിനോടും ഉത്കണ്ഠ, എല്ലായ്പ്പോഴും ഞാൻ അല്പം ഇൻഫീരിയർ ആണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രവണത. ഇതൊക്കെയാണ് ഇത്തരം കഠിനമായിട്ടുള്ള ശിക്ഷകളിൽ കൂടി പാരന്റ്സ് നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇന്ന് ഈ 30s ഇവരൊക്കെ ഇത്രയധികം തെറാപ്പികൾ തേടി പോകേണ്ടതുണ്ടോ? ഓരോ മുറിക്കുള്ളിലും പരമാവധി അടച്ചിരുത്തി അച്ചടക്കം പഠിപ്പിച്ച കുട്ടികൾ ഇന്ന് സോഷ്യലൈസ് ചെയ്യാൻ മടിക്കുന്നു, സോഷ്യൽ സ്കിൽ ഇല്ലാതെ ആവുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയാതെ ആകുന്നു. ഇതിനൊക്കെ ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഉറച്ചു വിശ്വസിച്ചു ഇതാണ് ശരിയായിട്ടുള്ള ശിക്ഷണ രീതി എന്ന്. അതായത് ശിക്ഷകളാണ് ശിക്ഷണം എന്ന് വിചാരിച്ചു. നോ, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. ഇനി നെക്സ്റ്റ് മിസ്റ്റേക്ക് എന്താണ്? ഈ വീട്ടിൽ ഞങ്ങൾ തീരുമാനിക്കും, നിന്റെ വോയിസിനോ അല്ലെങ്കിൽ നിന്റെ ഒപ്പീനിയനോ ഇവിടെ യാതൊരു വാല്യൂ ഇല്ല, നീ ഇവിടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല, ചെറിയ വായിൽ വലിയ വർത്തമാനം പറയേണ്ട ഒരു ആവശ്യവുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ വളർന്നു വരുമ്പോൾ തന്നെ നമ്മുടെ ഒന്നും അഭിപ്രായങ്ങൾക്ക് ഈ വീട്ടിലെ യാതൊരു വിലയില്ല, ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ യാതൊരു വിലയും കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പല തരത്തിലും ഈ വീട്ടിൽ ഒട്ടും വിലയില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഞാനാണ്, വീട്ടിലുള്ള പെറ്റ്സിനെക്കാളും വിലയില്ലാത്ത ഒരാൾ ഞാനാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകളാണ് അന്നത്തെ കാലത്തെ കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലുണ്ടായിരുന്നത്. ഒരിക്കലും ഒരു അഭിപ്രായം പറയാനുള്ള സ്പേസ് അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് അവരുടെ 30s അല്ലെങ്കിൽ 20s കൃത്യമായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ അവർക്ക് പറ്റാതെ പോയത്. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, ഹെൽത്തി ആയിട്ടുള്ള സ്നേഹമാണെന്ന് വിശ്വസിച്ച് സഹിച്ച് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നത് പീപ്പിൾ പ്ലസേഴ്സ് ആയിട്ട് മാറിയത്. ഇനി ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. പെൺകുട്ടികളെക്കാൾ ഏറെ ആൺകുട്ടികളാണ് ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്പിങ്ങിന്റെ ഇരകൾ. ഒന്ന് കരയാൻ പോലും അവകാശമില്ലാത്ത ആൺകുട്ടികൾ. അയ്യേ, നീ ഒരു പെണ്ണിനെ പോലെ കരയുന്നു, നാണമില്ലേ നിനക്ക് എന്ന് ചോദിക്കപ്പെടുന്ന ഒരു അവസ്ഥ. കരയാൻ അവകാശമില്ല, ഉറക്കെ ചിരിക്കാൻ അവകാശമില്ല, ഇഷ്ടമുള്ളതുപോലെ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യാൻ പോലും അവകാശമില്ലാത്ത രീതിയിൽ വളരെയധികം ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്. കമ്പാരിറ്റീവ്ലി ബോയ്സ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തെങ്കിലും ഗേൾസും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറക്കെ സംസാരിക്കുകയോ ഉറക്കെ ചിരിക്കുകയോ ചെയ്യുമ്പോൾ അപ്പുറത്തെ അയൽക്കാർ എന്ത് കരുതും എന്നുള്ള ചോദ്യങ്ങൾ തൊട്ട്, കരയാൻ നീ ഒരു പെണ്ണാണോ, വീട്ടിലെ ആ ജോലി ചെയ്യാൻ നീ ഒരു പെണ്ണാണോ, മരത്തിൽ കയറാൻ നീ ഒരു ആണാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ അന്നത്തെ 90s കിഡ്സ് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടും സെക്ഷൽ ഹെൽത്ത് എഡ്യൂക്കേഷനെ പറ്റിയിട്ടൊന്നും യാതൊരു അവയർനെസ്സും കൊടുക്കാതിരുന്നു 90s പാരന്റ്സ്. പക്ഷെ കൊടുത്തിട്ടുള്ളവരുണ്ട് കേട്ടോ, അവരെ ഞാൻ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ ഓരോ മിസ്റ്റേക്കും ചെയ്യാതെ കുട്ടികളെ വളർത്തിയിട്ടുള്ള പാരന്റ്സ് ഉണ്ട്, പക്ഷെ വലിയൊരു ശതമാനവും ഈ മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയതാണ്.
അപ്പോ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികളുമായിട്ട് അത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ പഠിത്തത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ സമയമാകുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല രീതിയിലൊക്കെ പോയിക്കോളും. ഇപ്പം എന്താണ് പെർഫോമൻസ്, അച്ചീവ്മെന്റ്സ്, കിട്ടേണ്ട മാർക്ക്, നാളെ കിട്ടേണ്ട ജോലി, സുരക്ഷിതമാക്കേണ്ട ഭാവി, സ്കോപ്പുള്ള സബ്ജക്ട്സ്, സ്കോപ്പുള്ള ക്രാഷ് കോഴ്സസ്, ഇതൊക്കെയായിരുന്നു അന്നത്തെ പാരൻസ് മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ ചൊല്ലി ചൊല്ലി കേൾപ്പിച്ചുകൊണ്ടിരുന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒട്ടും മറന്നുപോകാത്ത, അതായത് 90s കിഡ്സ് ഒരിക്കലും മറന്നുപോകാത്ത ഒരു പാരന്റൽ സ്ട്രാറ്റജിയാണ് ഓവർ ഇൻവോൾവ്മെന്റ് ആൻഡ് ഓവർ കൺട്രോൾ. അതായത് എല്ലാ കാര്യത്തിലും കയറി ഇടപെടുക, ഒരു കാര്യത്തിൽ ഒരു പ്രൈവസിയും കൊടുക്കാതിരിക്കുക. ഒരു ഡയറി ഉണ്ടെങ്കിൽ ആ ഡയറി എടുത്തു വെച്ച് വായിച്ചിട്ട് അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞ് കുട്ടികളെ വേദനിപ്പിക്കുക. ഓരോ ചെറിയ കാര്യത്തെ പറ്റിയിട്ടും മുഖത്തിന് അല്പം ഭംഗി കൂട്ടാൻ 2 കഷ്ണം മുടി മുറിച്ചിട്ടാൽ അത് എന്തിനാണെന്ന് അതിലിടപെടുക. ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളെ ഇൻവോൾവ് ചെയ്ത് ആ ഇൻവോൾവ്മെന്റ് ഫൈനലി ഒരു ഹ്യൂമിലിയേഷനിൽ കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള ഓവർ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ മൈക്രോ മാനേജ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതി. പിന്നെ ഓവർ കൺട്രോൾ, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു സുഹൃത്ത് ഉണ്ടാവാൻ പാടില്ല, എല്ലാവരും തെറ്റായിട്ടുള്ള ഇന്റൻഷൻസ് ഉള്ളവരാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ഓവർ കൺട്രോളിങ്ങും ഓവർ കെയറിങ്ങും ഒക്കെ കിട്ടി വളർന്നുകൊണ്ടായിരിക്കാം അവരൊന്ന് ഗ്രോ അപ്പ് ചെയ്ത് വന്നപ്പോൾ ഈ ഓവർ കെയറിങ് ഏട്ടായിമാരൊക്കെ അത്തരം പെൺകുട്ടികൾക്കൊക്കെ ഇതാണ് സ്നേഹം എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയതും, അതുപോലെ തന്നെ ഓവർ കെയറിങ് എക്സ്പ്ലോയിറ്റീവ് ആയിട്ടുള്ള പെൺകുട്ടികളെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രതിബിംബങ്ങളൊക്കെ ആയിട്ട് കാണാൻ തുടങ്ങിയത്. അതായത് ടോക്സിക് ലവിനെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യാൻ കാരണമായത് ഇത്തരത്തിലുള്ള പാരന്റിങ് മിസ്റ്റേക്സ് ആണെന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ അന്നത്തെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അക്കാദമിക്സ്. അതായത് നമ്മൾ പഠിക്കുക, ഫുൾ ടൈം പഠിക്കുക, പഠിച്ച് ജോലി വാങ്ങുക. പഠിച്ച് ജോലി വാങ്ങിയില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതം പോലെ ആയിപ്പോവും. അതുകൊണ്ട് പഠിച്ച് വാങ്ങുന്ന ജോലിക്കപ്പുറം നിങ്ങളുടെ സ്കില്ലിൽ നിന്നിട്ടൊരു ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മറ്റേതെങ്കിലും ഒരു കഴിവ് കൊണ്ടോ കലാവാസന കൊണ്ടൊന്നും നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. പഠിക്കുക, പഠിച്ച് നേടുക, പഠിച്ച് പെർഫോം ചെയ്യുക, അച്ചീവ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരിത്. അത് കാരണം ഗുണം ഉണ്ടായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. പക്ഷെ അതിനേക്കാളേറെ എനിക്കൊരു കഴിവില്ലാത്ത ഒരാളാണ്, എന്നെ കൊണ്ട് പഠിക്കാനും കൊള്ളില്ല, എനിക്ക് മറ്റൊരു കഴിവില്ലാന്ന് വെച്ചാൽ അവനവന്റെ പാഷൻ പോലും തിരിച്ചറിയാനോ തെരഞ്ഞെടുക്കാനോ പറ്റാതെ ആയിപ്പോയിട്ടുള്ള ഒരു വലിയ ശതമാനം കുട്ടികളുണ്ട് കേട്ടോ. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് 90s ഒരു ടോപ്പിക്കേ അല്ല. മെന്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഭ്രാന്താവുന്നത് മാത്രമാണ് ആകെ അറിയാവുന്ന ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്. എനിക്കൊരു മെന്റൽ പ്രോബ്ലം ഉണ്ട്, ഞാൻ മെന്റലി ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ ആ കുട്ടി തലയ്ക്ക് സുഖമില്ലാത്തൊരു കുട്ടിയാണ്. അതല്ലാതെ ആങ്സൈറ്റി, ഡിപ്രഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രോമ റെസ്പോൺസ് ആണ്, അല്ലെങ്കിൽ എക്സോസ്റ്റഡ് ആണ്, ജസ്റ്റ് ബേൺ ഔട്ട് ആണ് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ഒരു തലമുറയാണത്. കൂടുതലും പേരും, എല്ലാ പേരും അല്ല കേട്ടോ, എല്ലാ ജനറേഷനിലും എപ്പോഴും ഒരു നല്ലൊരു ശതമാനം ആൾക്കാരുണ്ടായിരിക്കും വളരെ അപ്ഡേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയും അവരെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുകയും കൂടുതൽ വിജ്ഞാനങ്ങൾ സംശയീകരിക്കുന്നത്. പക്ഷെ അതല്ലാതെയുള്ള ആളുകൾ കാരണം ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഇമ്പാക്ട് ഇന്നത്തെ സൊസൈറ്റിക്കുണ്ട്. ചുരുക്കത്തിൽ 90s പാരന്റിങ് ഒട്ടും അനുകരണീയമായ ഒരു പാരന്റിങ് രീതിയേ അല്ല. അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറെ പേർക്കെന്നല്ല, എല്ലാവരും ലിറ്ററേറ്റ് ആണ്, സാക്ഷരതയുള്ള ഒരു ജനതയുണ്ട്. വിദ്യാഭ്യാസം ഒരുപാട് ഉണ്ടായിട്ടും അൺഎംപ്ലോയ്മെന്റിന്റെ കൽപ്പനയിലൊക്കെ ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് ഇങ്ങനെയായിരുന്നു, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യരുതെന്ന രീതിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാരന്റിങ് സ്ട്രാറ്റജീസ് സ്വീകരിക്കാൻ ഈ 20s പാരന്റ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു ജനറേഷണൽ ഫ്ലിപ്പ് സാധ്യമാക്കിയത് ഈ 90s റോങ് പാരന്റിങ് കൂടിയാണ്. ഈ ഒരു വീഡിയോയിൽ കൂടി ഉദ്ദേശിച്ചിരിക്കുന്നത് പാസ്റ്റ് ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്സ് മനസ്സിലാക്കി അത് ആവർത്തിക്കാതെ നമ്മളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുക എന്നതാണ്. 90s പാരന്റ്സ് ആണ് നമ്മളെ വളർത്തി വലുതാക്കിയത്. അവരെ കുറ്റപ്പെടുത്തിയതോ കുറ്റം പറയുന്നതോ അല്ല, പാരന്റ്സിനെ അല്ല പറയുന്നത്, പാരന്റിങ് രീതികളെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. പരമാവധി കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കാതെ അവർക്ക് ഫിസിക്കലിയോ മെന്റലിയോ ഹാംഫുൾ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാതെ നമുക്ക് അവരെ വളർത്താൻ പറ്റട്ടെ. നല്ല അച്ചടക്കവും നല്ല ചിട്ടകളും
നല്ല മാതൃകകളും ഉള്ള കുട്ടികളായിട്ട് വളരട്ടെ. അവരുടെ ഭാവിയിൽ അവരുടെ നെക്സ്റ്റ് ജനറേഷനെ പാരന്റിങ് ചെയ്യുക എന്നൊരു ഘട്ടത്തിലെത്തുമ്പോൾ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മാതൃകകളാവട്ടെ ഇന്നത്തെ പാരന്റ്സ്. ചൈൽഡ്ഹുഡ് ട്രോമകളില്ലാതെ ആങ്സൈറ്റിയോ പീപ്പിൾ പ്ലസിങ്ങോ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസോ ഇല്ലാത്ത ഒരു തലമുറ ഉണ്ടാകട്ടെ. അതിന് വേണ്ടി മാത്രമാണ് ആ ഒരു പോസിറ്റീവ് ഇന്റൻഷന് മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.